നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മൊറോക്കോയിലെ ഒരു അടിപൊളി ഫാം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 60 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ബെറീസിന്റെ ഫാമാണ്. ബെറീസ് പറഞ്ഞാൽ ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ബെറീസ് ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കിഡിലൻ ഫാമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ മൊറോക്കോയിൽ നിന്നുള്ള കുറച്ച് ഫാമിംഗ് കാഴ്ചകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. പല ആൾക്കാരും പറയാറുണ്ട് നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ കൃഷി രീതികളും മറ്റുമൊക്കെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗ്രീൻ ഹൗസുകൾ എന്ന് നമുക്ക് പറയാവുന്ന ടൈപ്പ് കുറെ സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് റാസ്ബെറി ആണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കാണുന്ന സംഭവങ്ങൾ, ഈ റാസ്ബെറി ഉണ്ടായിരിക്കുന്നത് കണ്ടോ, ഇതിന്റെ ഈ ഒരു ഗ്രീൻ ഹൗസിന്റെ അങ്ങേ അറ്റം വരെ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇതുപോലെയുള്ള 50ഓളം ഗ്രീൻ ഹൗസുകളാണ് നമുക്ക് ഈ ഒരു ഫാമിലുള്ളത്. എന്തായാലും ഒരു കിടിലൻ സംഭവം തന്നെയാണ്. ശരിക്കും എത്ര എക്സ്പെൻസ് ആയിരിക്കും അല്ലേ ഇതൊക്കെ ചെയ്തുണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ. അതെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിലൂടെ നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഈ സുധീർ ഭായിയെ പോലുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെയാണ് ഇവിടെ നിന്നും യൂറോപ്പും UK പോലെയുള്ള പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഷംജിത് ഭായിയെ പോലുള്ള ആൾക്കാർ അത് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു, റീറ്റെയിലേക്കും ഹോൾസെയിലേക്കും വിൽക്കുന്നു. എന്നെ പോലുള്ള ആൾക്കാർ ഇത് വാങ്ങുന്നു. അതാണ് സംഭവം. അപ്പോൾ ഇവര് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. നമുക്കിത് കാണാമല്ലോ. ഇതിന്റെ എക്സ്പെൻസീവ് എന്താന്ന് തുടങ്ങിയോ? ഇത് എക്സ്പെൻസീവ് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചത്, ഇത് കണ്ടു, ഇതാണ് പറഞ്ഞ ഡ്രസ് പറയും. നമുക്ക് ഇതിലിപ്പോ ഇതിന് എത്ര ഗ്രാം ആയിരിക്കുന്നല്ലോ, ഇതിപ്പോ എടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഈ ഒരു ട്രീന്ന് നമുക്ക് ആകെ കിട്ടാൻ 20 ഗ്രാംസ്. അതിൽ നിന്നും സെപ്പറേറ്റ് ആവും, ഡാമേജ് പോവും, അത് പോവും. അതുകൊണ്ട് അത് എക്സ്പെൻസീവ്. അത് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് എത്തണമെങ്കിൽ നമ്മൾ ഒരു കിലോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. That's why it's expensive. ശരിക്കും ഏറ്റവും എക്സ്പെൻസീവ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ബെറീസ് അല്ലേ? ഇതുപോലത്തെ ഗ്രീൻ ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇവിടെയുള്ള മൊറോക്കോ ഉള്ള മൊത്തം വെജിറ്റബിൾ ഗ്രീൻ ഹൗസ് ആണ്. അതർവൈസ് യു കാൻ എക്സ്പോർട്ട്. അതെന്താ അങ്ങനെ? അതാണ് കാരണം. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ പോലെ രാജ്യങ്ങൾ, കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് ട്രൈ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ലാൻഡ് അത് മാത്രമല്ല, for 12 months. 12 months ഓൾ സീസൺ ആണ്. ടെമ്പറേച്ചർ ഇഷ്യൂസ് ഇല്ല, മഴയുടെ പ്രശ്നമില്ല. പിന്നെ ബീസും കാര്യങ്ങളും ഫ്ലൈസ് ഒന്നും ഇതിലേക്ക് വരില്ല. കവർ ചെയ്ത് നമ്മൾ പണ്ട് ഊട്ടിയിൽ പോയപ്പോൾ അവിടെ മഷ്റൂം കൃഷി ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് ഇതേപോലെയുള്ള ഗ്രീൻ ഹൗസുകളാണ് അവിടെ മഷ്റൂം കൃഷികളും മറ്റുമൊക്കെ നടക്കുന്നത്. ശരിക്കും ഗ്രീൻ ഹൗസ് കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലെ കൃഷി വകുപ്പും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കാര്യമായിട്ട് കർഷകർക്കിടയിലേക്ക് അവയർനെസ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് സെറ്റപ്പ് ആക്കാനായിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ളതാണ് അല്ലേ? സംഭവം എന്നുള്ളത് ഇത്ര ഗ്രീൻ ഹൗസിൽ വളരുന്ന സാധനങ്ങൾക്ക് നമുക്ക് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും കെമിക്കൽസ് ആവശ്യമില്ല. കാരണം നമുക്കിപ്പോ നമ്മൾ പുറത്തെ സർട്ടിഫിക്കേഷൻ കണ്ടല്ലോ എല്ലാത്തിനും, IFAക്കും ഗ്ലോബൽ ഗ്യാപ്പും കാര്യങ്ങളും ഇതെല്ലാം വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ആ സർട്ടിഫിക്കേഷൻ കിട്ടും. കഴിച്ചു നോക്കും സുജിത് ഭായ്, ഇതാ കഴിച്ചു നോക്കും. ശരി, ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ പോലത്തെ രാജ്യങ്ങളിൽ നമുക്ക് ഈ കെമിക്കൽസ് എല്ലാം ഉപയോഗിച്ച് ഗ്രോ ചെയ്യുന്ന ഓപ്പൺ എയറിൽ ഉണ്ടാക്കുന്നു. അപ്പൊ അതിൽ ഒരുപാട് ഫ്ലൈസ് വരുന്നു. അതിനെ കില്ല് ചെയ്യാനാണ് നമ്മൾ ഈ ഫ്ലൈ അധികം കെമിക്കൽസ് ഉപയോഗിക്കുന്നത്. ഗ്ലോബൽ ഗ്യാപ്പ് സർട്ടിഫിക്കേഷൻ ഓൾറെഡി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം കാര്യം കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ. അപ്പോൾ അവർ അറിയാം ദേ ആർ ഡൂയിങ് ഇൻ ദ ഗ്രീൻ ഹൗസ്. നമ്മളുടെ രസായനവും 1 ഹെക്ടറാണ്. 1 ഹെക്ടർ മീൻസ് 2.5 acres. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ 20 ഹെക്ടേഴ്സ് ഉണ്ട്, 20 ഗ്രീൻ ഹൗസസ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഓക്കെ, ഇത് ഏകദേശം 25 ഹെക്ടറാണ്. ഈ 5 ഹെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ വാട്ടർ ഫെസിലിറ്റിയും ഓഫീസ് ബിൽഡിങ്ങും പാക്കിങ്ങും എല്ലാം ബാക്കി 5 ഹെക്ടേഴ്സിന് വെച്ചത്. ഞാനേ കഴിഞ്ഞ തവണ നമ്മൾ UK വന്ന സമയത്ത് അവിടെ പല ആൾക്കാർ ഈ കറിവേപ്പിലയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അവര് പലരും പറഞ്ഞു കേട്ടൊരു സംഭവം, UK കറിവേപ്പില കിട്ടാനില്ല. അതായത് ഇന്ത്യയിൽ നിന്ന് കറിവേപ്പില UK വരുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത്? ഒരുപാട് വർഷങ്ങൾ കറിവേപ്പ് വന്നിരുന്നു, UK വന്നിരുന്നു. എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ഒരു 10 years ബിഫോർ സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ട് ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഈ കെമിക്കലുള്ള കറിലീവ്സ് പിടിച്ചു, ആളുകൾക്ക് ഇൻഫെക്റ്റഡ് ആയി. അപ്പൊ അന്ന് ഒന്നു മുതൽ നമ്മുടെ ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങളിൽ കറിലീഫ് നിരോധിച്ചു, ബാൻ ചെയ്തു. കംപ്ലീറ്റ് ഇന്ത്യയിൽ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജ്യങ്ങളൊന്നും കറിലീഫ് കിട്ടാതായി. പിന്നെ വേറെ ഇതില്ലാത്ത രാജ്യങ്ങളിൽ, യൂറോപ്പിലെ പോലത്തെ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ അവർ ഗ്രോ ചെയ്യാൻ തുടങ്ങി. അതാണ് ഇപ്പൊ നമ്മൾ UK വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഉള്ള പ്രശ്നം വെച്ചാല് നമ്മളിത് ഓപ്പൺ എയറിലാണ് ഇതൊക്കെ ഗ്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം കെമിക്കൽസ് ഉപയോഗിക്കുകയാണ്. ഈ കെമിക്കൽസ് നമ്മൾ ഇന്ത്യയിൽ ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കണമെങ്കിലും PQ സർട്ടിഫിക്കറ്റ് വേണം. അതായത് ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. അത് യൂറോപ്യൻ നോംസ് അനുസരിച്ചുള്ള ഒരു ഓഫീസർ അത് വന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അവിടെ കെമിക്കൽ ഉണ്ടെങ്കിൽ ആ സാധനം അയക്കാൻ പറ്റില്ല. അപ്പൊ ആ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന എല്ലാ സാധനങ്ങളും പെസ്റ്റിസൈഡ് ഫ്രീ ആയിരിക്കണം. പക്ഷെ 90% ഫാമേഴ്സും ഇന്ത്യയിൽ ഇപ്പോഴും പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഗ്രീൻ ഹൗസുകൾ
ഇന്ത്യയിലെ ഗവൺമെന്റും അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല, പിന്നെ സപ്പോർട്ട് കൊടുക്കുന്നില്ല. കർഷകർക്കാണെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ പെസ്റ്റിസൈഡ് ഫ്രീ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഓർഗാനിക് ആവുന്നില്ലല്ലോ അല്ലേ? ഓർഗാനിക് ആവുന്നില്ല, പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കാവുന്ന ചെയ്യാമല്ലോ. അപ്പൊ ഇതിൽ ഫ്ലൈസ് വരുന്നു, നമ്മൾ സ്പ്രേ ചെയ്യുന്നു, ആ കെമിക്കൽ അവിടെ റെസിഡ്യൂ നോക്കും. അത് നമ്മളെ മനുഷ്യ അയക്കും, നമ്മൾ വാങ്ങുന്ന ആളുകൾക്കാണ് ഇത് കിട്ടുന്നത്. അതായത് ഈ നിരോധിത പെസ്റ്റിസൈഡ്സ് കുറെ ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ പല ന്യൂസ് ചാനലുകളും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഫാമുകളിലൊക്കെ പോയിട്ട് അവിടെ നിരോധിത പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് തെളിവ് സഹിതമൊക്കെ ധാരാളം വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അതിനെതിരെ ഒന്നും നടപടി ഉണ്ടാവുന്നില്ല. ശരിക്കും നമ്മുടെ അധികാരികൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പല വികസിത രാജ്യങ്ങളിലും ഇതുപോലെയുള്ള ഫുഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഇതുപോലെയുള്ള സാധനങ്ങളിൽ പെസ്റ്റിസൈഡ്സിന്റെ ഉപഭോഗം ശ്രദ്ധിച്ച് അതിന് വലിയ രീതിയിലുള്ള പിഴ ചുമത്തുകയും അവരെ ബാൻ ചെയ്യുകയും, ഇപ്പൊ ഈ കറിവേപ്പില ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സ്ട്രിക്ട് ആക്ഷൻസിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ സർക്കാരും ചെയ്താൽ മാത്രമേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നാളെ ക്യാൻസർ ഉണ്ടാവാതെയും ബാക്കി കാര്യങ്ങൾ നല്ല വാല്യൂ സാധനത്തിന് കിട്ടും, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇവര് യു കെയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ പറയും നമുക്ക് കടയിൽ നിന്നൊക്കെ പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വിശ്വസിച്ച് പ്രോപ്പറായിട്ട് കഴുകാതെ തന്നെ നമുക്കത് കഴിക്കാം എന്നൊക്കെ പലരും പറയും. കാരണം അത് അവരുടെ സർക്കാരില് അവർക്കുള്ള വിശ്വാസമാണത്. അതൊക്കെ പോലത്തെ രാജ്യങ്ങളിലേക്ക് ഇവർ ഓഫീസേഴ്സിനെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ഈ PQ ഓഫീസേഴ്സ്. അവർ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ UK ഗവൺമെന്റ് UK യിലേക്ക് വരുന്ന സാധനം നമ്മുടെ പോർട്ട് വെച്ചിട്ട് തന്നെ അത് ടെസ്റ്റ് ചെയ്തിട്ട് അയക്കാൻ പാടുള്ളൂ എന്നുള്ള റൂള്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് എന്നത് ഇത്തരം കാര്യങ്ങൾ ബേസ് ചെയ്യുന്ന റൂട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. എന്താ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവര് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിന് ഇതുപോലെയുള്ള സാധനങ്ങളിലേക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ വെയർ ഹൗസുകൾ ഉണ്ടാവും, കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾ. ഇപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ അവസാനം നിങ്ങൾ കണ്ടു കാണും, ഇവരുടെ സുനീർബായുടെ വെയർ ഹൗസിൽ നമ്മൾ പോയിരുന്നു. അതേപോലുള്ള വെയർ ഹൗസുകളിലേക്ക് സാധനം പോകും. എന്നിട്ട് അവിടെ വെച്ച് ഇത് വൃത്തിയാക്കി ഗ്രേഡ് തിരിച്ച് പല കാറ്റഗറിയിലേക്ക് മാറ്റി ആണ് പല രാജ്യങ്ങളിലേക്കും ഇവരിത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഒരു 2-2.5 ഏക്കർ വരുന്ന സ്ഥലത്താണ് ഒരു ഗ്രീൻ ഹൗസ് ഇത് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ധാരാളം 1 ഹെക്ടർ അത്തരത്തിലുള്ള ധാരാളം ഗ്രീൻ ഹൗസുകൾ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഇവര് ഇത് പ്ലക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കാണാൻ സാധിക്കും. ഹായ് ബ്രദർ, ഹവയോ? ഇത് നല്ല സാധനം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇതിനകത്ത് തന്നെ ഒരു സെറ്റ് സാധനങ്ങൾ ഇവർ ചീത്തയായത് ഒഴിവാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. എന്താണ് അതൊക്കെ കണ്ട് ഒഴിവാക്കിയ സാധനങ്ങളാണ്. നല്ല സാധനങ്ങൾ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇവര് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അയ്യോ, എത്ര ലക്ഷം രൂപയുടെ സാധനമായിരിക്കും ഇതിനകത്ത് ഇരിക്കുന്നത്. ഈ ഒരു ഇത്രയും സാധനത്തിനകത്ത് മാത്രം ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തേയില പറിക്കുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങനെ പല ഫ്രൂട്ട്സും പല സംഭവങ്ങളും പറിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എത്തരത്തിലാണ് ഇവര് ഈ ബെറീസ്, പ്രത്യേകിച്ച് റാസ്ബെറി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. Hispania? You Morocco? Okay. Name? What's your name? Name? Abdali. Abdullah Ali. Okay. അബ്ദുള്ള അലിയാണ് ഇവിടെ ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, പുള്ളി ഇങ്ങനെ നടന്ന് സെലക്ട് ചെയ്ത് പറിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓരോ നമുക്ക് വായിലിടാം. എന്താല്ലേ, നാലിച്ചേക്ക് എന്ത് എക്സ്പെൻസീവ് സാധനമാണ് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത്. രക്ഷയില്ലേട്ടാ. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ബെറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആകെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ബെറീസാണ്. റാസ്ബെറി, ഇതേപോലെ തന്നെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, പിന്നെ സ്ട്രോബെറി, അങ്ങനെ പല ബെറീസും ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ തൊഴിലാളികളുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഉന്തുവണ്ടികൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഓരോ ഇതിനിടയ്ക്കും ഓരോ ആൾക്കാരിങ്ങനെ പോയിട്ട് അതിങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഇവരിവിടെ കൊണ്ടുവയ്ക്കും, എന്നിട്ട് ഇത് സോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ കുറേ പ്രോസസ്സ്, കുറേ ആളുകളുടെ കയ്യിലൂടെ പോയിട്ടാണ് ഇതൊക്കെ നമ്മളുടെ കടകളിൽ നമ്മൾ വാങ്ങിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര തൊഴിലാളികളുണ്ടാവില്ലേ ഇവിടെ. എന്തോരം നടക്കണം, ഇത് മൊത്തം ഒന്ന് കണ്ടു കേൾക്കണമെന്നുണ്ടെങ്കിൽ രക്ഷയില്ലേട്ടോ. ഇത്രയും വലിയ ഒരു ഫാമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അവിടെ നിന്നും പോയി. അവിടെ ഒരു ലേഡി നിന്ന് പാക്ക് ചെയ്യുന്നത് കണ്ടില്ലേ, അത് എക്സ്പോർട്ട് ക്വാളിറ്റി സാധനം അല്ല. അത്രേ എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യില്ലാന്ന്. അത് ലോക്കൽ മാർക്കറ്റിലും പിന്നെ അതേപോലെ തന്നെ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത രാജ്യങ്ങളിലേക്കുമൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള
സംഭവങ്ങളാണ് ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെ പരിപാടികളല്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നല്ല സവാളയും കിഴങ്ങും സാധനങ്ങളും എല്ലാം പുറത്തേക്കാണ് പോകുന്നല്ലേ. ഇന്ത്യൻ ഗവൺമെന്റ് ഓനിയന് റെസ്ട്രിക്ഷൻ വെക്കുന്നത് ബോംബെ. സത്യം പറഞ്ഞോണ്ടല്ലോ, ഒരു മിനിറ്റ്, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പച്ചക്കറിയൊക്കെ തേർഡ് ഗ്രേഡ് സാധനങ്ങളാണ്. ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികൾ മറ്റു രാജ്യങ്ങളിൽ പോയി നമ്മൾ കാണുമ്പോഴത്തേക്കിനും നമ്മൾ തന്നെ അതിശയപ്പെടും. ചേട്ടാ ഇത്ര നല്ല സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ടോ എന്ന്. ദുബായി പോയപ്പോരെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇന്ത്യയിലുള്ള സാധനങ്ങളും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതാണ്, അതായത് നമുക്ക് കിട്ടുന്നതൊക്കെ വേറെ തേർഡ് ക്ലാസ് സാധനങ്ങളാണ് പലതും. ഇന്ത്യയിൽ നിന്ന് തേയില കൊണ്ടുവന്നിട്ട് UK ബ്രാൻഡ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നില്ലേ? അയക്കുന്നുണ്ട് ഇല്ലേ? ഏതോ തേയില അത് പിന്നെ അവർ മെയിൻ ബ്രാൻഡ്സ് ഒക്കെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇന്ത്യ നമുക്ക് കഴിയില്ലാഞ്ഞിട്ടല്ലേ. ഇത് ഇവരുടെ മരുന്ന് മുറിയാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ടാങ്കുകളില് ഫെർട്ടിലൈസേഴ്സ്, അതായത് ഈ കൃഷി സംഭവങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ കേടുപാട് കൂടാതെ വളരാൻ വേണ്ടിയുള്ള ഫെർട്ടിലൈസേഴ്സ് തളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാനുവലി കൊണ്ട് തളിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ മാനുവലി തളിക്കണ്ട. ഈ ടാങ്കിൽ നിന്നും ഇത് ഓണാക്കി കഴിഞ്ഞാൽ, സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന പൈപ്പുകൾ വഴി പല രീതിയിൽ ഇത് ഈ കാണുന്ന ഇവിടെയുള്ള എല്ലാ ഗ്രീൻ ഹൗസുകളിലേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് പോയി സ്പ്രേ ആവുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഒരു ഫെർട്ടിലൈസേഴ്സ് കൈകാര്യം ചെയ്യുന്ന മുറിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മാൻ പവർ കുറയ്ക്കുന്നതിന് വേണ്ടി ഇവർ സംഭവങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആക്കിയിരിക്കുകയാണ്. അതായത് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാന്ന് പറയുമ്പോഴത്തേക്കിനും ഈ 19-60 ഏക്കർ സ്ഥലത്ത് എത്ര മനുഷ്യര് എത്ര നേരം പണി എടുത്താൽ മാത്രമേ ഈ സംഭവങ്ങളൊക്കെ പോയി സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലൊരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മുമ്പിൽ വലിയൊരു, നമ്മള് നാട്ടില് പടുതാക്കുളം എന്ന് പറയും, ഇവിടം വരെ വെള്ളം ഉണ്ടാവും. ഇപ്പൊ ക്ലീനിങ്ങിന് വേണ്ടിട്ട് വെച്ചതാണ്. വാട്ടർ സ്റ്റോറേജ് ഏരിയ ആണ് ഈ കാണുന്നത്. 100,000 ടൺ ലിറ്റേഴ്സ് പടുതാക്കുളം, 1,00,0000 ടൺ ലിറ്റേഴ്സ്. നമ്മൾ ഇതിനെ പടുതാക്കുളം എന്ന് പറയും. അതിന് ഇതിന്റെ കപ്പാസിറ്റി പറഞ്ഞത് 1,00,000 ടൺ ലിറ്റേഴ്സ്. ഇത്ര ഉണ്ടല്ലേ? ഇത് വലിയ ഹ്യൂജ് സാധനമാണെന്ന് നോക്ക്. അതിൽ മീനുണ്ടല്ലോ, അടിപൊളി മീനുണ്ട്. മൊറോക്കോയില് അഗാദിർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ സെയിം കാലാവസ്ഥയാണ്. അത് മാത്രമല്ല നല്ല വെള്ളം കിട്ടും. ഈ കാണുന്നത് എന്താണെന്നറിയോ? ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല, ഒരു വാട്ടർ സ്റ്റോറേജ്. അതിന്റെ ഡബിൾ വലിപ്പമുള്ള ഒരു വാട്ടർ സ്റ്റോറേജ് സ്പേസ് ആണെന്നാണ് പറയുന്നത്. ഇത് രണ്ടാമത്തെ ഫെർട്ടിലൈസർ റൂമാണ്. ഈ ടാങ്കുകളിലൊക്കെ ഫെർട്ടിലൈസേഴ്സ് ആണ് കലക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഇതുപോലുള്ള സംഭവങ്ങളിലൊക്കെ ഉപയോഗിച്ചാണ് ഇത് പല സ്ഥലത്തേക്കും കൊണ്ടുപോയി ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ട് സ്പ്രേ ചെയ്യുന്നത്. കണ്ടോ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നതെന്ന് നോക്കി. ഇവിടെ അടിപൊളിയല്ലേ? ഹൈടെക് കർഷകരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആ ഒരു, പക്ഷെ ഇങ്ങനെയൊക്കെ ഹൈടെക് ആവും തോറും നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കൂലിയും കൂടെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് മുതലാക്കും? സ്റ്റോറേജ് നമ്പർ 2. എന്റെ പൊന്നു നോക്ക്, എന്റെ ഇതും ഈ പറഞ്ഞ പോലെ പടുതാക്കുളമാണ്. പടുതാക്കുളം നോക്കൂ, വാവ്, ഒരു രക്ഷയില്ലേട്ടാ. എന്തോരം ഉണ്ടല്ലേ ഇതിനകത്തും ഉണ്ട് മീനും സംഭവങ്ങളൊക്കെ. കണ്ട അടിപൊളി. ഇറ്റ്സ് ഹ്യൂജ്, മാസീവ്. കാരണം വെള്ളം വേണമല്ലോ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ വെള്ളം സ്റ്റോറേജും കൂടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ എങ്ങനെ വെള്ളത്തിന്റെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് വാട്ടർ അവൈലബിൾ ആണ്. ആണോ? അത് വാട്ടർ സപ്ലൈ വരുന്ന വെള്ളമാണ് വരുന്നതാണ്. അത് ഇതിനകത്ത് സ്റ്റോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫുള്ള് ഫില്ല് ആവും. ഓ 2 ദിവസം എടുക്കുമല്ലോ നിറയാനായിട്ട്. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? സോ താങ്ക് യു സോ മച്ച് സുനീർ ഭായ് ഫോർ ഷോയിങ് us all these things. സുനീർ ഭായ്, ഇവിടെ ഇത്രയും 55-60 ഏക്കർ വരുന്ന ഈ സ്ഥലത്ത് എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും? കാരണം മെഷീൻസ് കൂടിയോണ്ട് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 100 പേര്. ആണോ? പിക്കിംഗ് ടൈമില്, പിക്കിംഗ് ആൻഡ് സീഡിംഗ് ടൈമില്. ഇവിടെ മറ്റേ കൊടിയും സമരവും പിന്നെ അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എവറിബഡി വാണ്ട്സ് ജോബ്, ദേ ഗെറ്റ് പേ ഓൺ ദ സെയിം ഡേ, ഗെറ്റ് ഹോം, മേക്ക് ഫുഡ്, സ്ലീപ്, കം നെക്സ്റ്റ് ഡേ. ആണല്ലേ? ഒരു പ്രശ്നമില്ല. അല്ല മറ്റേ പരിപാടി ഒരു പൊട്ടിക്കലില്ല. എല്ലാവരും മൊറോക്കോന്റെ കൊടിയുണ്ട്. ജയ് മൊറോക്കോ എന്ന് പറഞ്ഞിട്ട് പണിയെടുക്കും, വൈകുന്നേരം പൈസ വാങ്ങിക്കും, വീട്ടിൽ പോകും, ഭാഷണം ഉണ്ടാകും, കഴിക്കും, വീണ്ടും പണിക്ക് വരും. ഒരു പ്രശ്നമില്ല. അതാണ് മൊറോക്കോ. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് അല്ലേ? അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. നമ്മളിവിടെ ഫാമിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്ന കാണാൻ സാധിക്കുന്നത്. വിമാനം വരുന്നതാണോ? അപ്പോൾ ഇത് എന്ന് പറയുന്നത് അഗാദിർ എയർപോർട്ടിന് അടുത്താണ് നമുക്ക് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്ന വിമാനമാണ്. നമ്മളിവിടെ മൊറോക്കോയിൽ നിന്ന് തിരിച്ച് ലണ്ടനിലേക്ക് പോകുന്നത് അഗാദിർ എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതുപോലെ ഏതോ ഒരു വിമാനത്തിലായിരിക്കും നമ്മൾ കയറി പോകുന്നത്. ഏത് വിമാനമൊന്നും മനസ്സിലാവുന്നില്ല. ഏതാ? റോയൽ എയർ മൊറോക്കോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തല്ലേ കോമഡി ആയിട്ടുണ്ട്. രസമുണ്ടല്ലേ? അടിപൊളി. നമ്മളിപ്പോൾ ഇവരുടെ വെയർ ഹൗസിലേക്കാണ് കയറി പോകുന്നത്. അതായത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും അയക്കുന്നതും ഒക്കെ. അതായത് എക്സ്പോർട്ടറിലേക്ക് അയക്കുന്നത്. പിന്നീട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പോർട്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ ഓൾറെഡി എക്സ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞു, കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ മിച്ചം എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണാം എന്നുള്ളതേ ഉള്ളൂ.
ഇത് കോൾഡ് റൂം. ഒന്നുമില്ല, എല്ലാം ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു. ബ്ലാക്ക്ബെറി ഉണ്ട്. എന്നാ പിന്നെ ഒരെണ്ണം അങ്ങ് എടുത്താൽ പോരെ, നമുക്ക് കഴിക്കാമല്ലോ. വിൽ ടേക്ക് ദിസ്. താങ്ക് യു. തണുത്ത സാധനം കഴിക്കാം. ഇത് ചെറുതൊന്നും അല്ലല്ലോ. ഇതേ അവിടെ കോൾഡ് സ്റ്റോറേജ്. ഇനി അതല്ലാതെ ഇതെന്താ ഇത്, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. നോക്ക്, ഇതൊക്കെ പാക്കിംഗ് മെറ്റീരിയൽസ് ആണ്. ഇതുപോലുള്ള സാധനങ്ങളിലാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അടിപൊളി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റാസ്ബെറി അല്ല, ഇത് ബ്ലാക്ക്ബെറി ആണ്. നമ്മൾ ഇത്ര നേരം റാസ്ബെറി കണ്ടില്ലേ, നമ്മളിപ്പോൾ കാണുന്നത് ബ്ലാക്ക്ബെറി ഉണ്ടാകുന്ന സംഭവമാണ്. ഇത്തരത്തിലുള്ള ചട്ടിക്കകത്താണ് ഇതുണ്ടാക്കുന്നത്. നോക്കി, ചട്ടിക്കകത്ത്. വാ, റാസ്ബെറി വേറെ രീതിയിലായിരുന്നു, ബ്ലാക്ക്ബെറി ഇത് വേറെ രീതിയിലാണ്. കണ്ടോ, ഇതിൽ ബ്ലാക്ക്ബെറി ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, നോക്ക്. എന്താ അല്ലേ, രക്ഷയില്ല കേട്ടോ. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കാണ്. എന്തൊരു സ്ഥലമുണ്ട് ഇവിടെ. കുറെ ബെറീസ് ഇരിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ബ്ലാക്ക്ബെറി, ഇത് നമ്മുടെ ബ്ലൂബെറി, ഇത് നമ്മുടെ റാസ്ബെറി. ഇതിന്റെയൊക്കെ കോസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ വരുമ്പോൾ എത്രത്തോളം കോസ്റ്റ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഈ സാധനമൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതിന്റെ കോസ്റ്റ്. എൻ്റെ ഈ കൈപ്പിടിയിൽ തുടങ്ങുന്ന ഇത്ര സാധനത്തിന് ഒരു 150-200 രൂപ നമ്മുടെ നാട്ടിൽ കൊടുക്കണം. അപ്പോൾ ഈ ഇരിക്കുന്നു, ഇതിന്റെ താഴെ ഇതിനകത്ത് നിറച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് ബ്ലാക്ക്ബെറി ഇരിക്കുന്നു, പിന്നെ റാസ്ബെറി ഇരിക്കുന്നു. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങളാണ്. ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ചന്തയിൽ കൊടുക്കാൻ പറ്റില്ല, മാർക്കറ്റിൽ അയക്കാൻ പറ്റില്ല. ഇത് ചീത്തയായ സാധനമാണ്. അതായത് ഇത്രയും സാധനങ്ങൾ തന്നെ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ മുതലുണ്ട് ഈ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ. അപ്പോൾ ഈ 55-60 ഏക്കർ വരുന്ന ഈ ഫാമിൽ എത്ര കോടി രൂപയുടെ ബെറീസ് അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നല്ലേ ഉള്ളൂ. ഏതാ ഈ താഴെ ഇതെന്തിനാ വെച്ചതെന്നറിയോ? എന്തിനാ വെച്ചിരിക്കുന്നത്? ഇതിപ്പോ താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതും പിക്ക് ചെയ്യാവുന്ന സാധനം. മണ്ണിലേക്ക് വരില്ല. കണ്ടോ, അത്ര എക്സ്പെൻസീവ് സാധനമല്ലേ, മണ്ണിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ഇത് വെക്കാൻ കാരണം. ബ്ലാക്ക് ഗോൾഡ് ആണ് ശരിക്കും അല്ലേ, അത്ര എക്സ്പെൻസീവ് അല്ലേ. നമ്മൾ റാസ്ബെറി കണ്ട പോലെ തന്നെയാണ് ബ്ലാക്ക്ബെറി ഉണ്ടാകുന്നത്. കാരണം റാസ്ബെറിയും ബ്ലാക്ക്ബെറിയും ഏകദേശം ഒരേപോലെ നിൽക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റാസ്ബെറി അല്ല, ബ്ലാക്ക്ബെറി തോട്ടം. മൊത്തത്തിൽ മാറിപ്പോയല്ലോ. ബ്ലാക്ക്ബെറി റാസ്ബെറി എല്ലാം ഇങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ സംഭവം, കണ്ടാ എന്താല്ലേ, രക്ഷയില്ല. നീണ്ട നിവർന്ന് കിടക്കുകയാണ്. ഓ താങ്ക് യു. ഒരു റൺവേ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ കണ്ടെയ്നർ ലോറികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഈ കാണുന്ന വെയർ ഹൗസിൽ നിന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാനും വേണ്ടിയുള്ള സ്ഥലം. ഇതാണ് ഇവരുടെ ഓഫീസും സംഭവങ്ങളൊക്കെ. പൊളിച്ച്. ഇനി നമുക്ക് അടുത്ത ഫാമിലേക്ക് പോകാം. നീ എവിടെ ഇപ്പൊ പോകുന്ന പറ. നിങ്ങളല്ലേ പറഞ്ഞ വണ്ടി എടുത്ത് ഇവിടെ പോ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞോണ്ട് ഇപ്പൊ ഒരു പാടത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പുറം കാണിക്കട്ടെ, കാണിച്ചു. നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന ബെറീസ് ഫാമിൽ നിന്ന് ഒരു 10-50-60 കിലോമീറ്റർ വിജനമായ വഴികളിലൂടെ വണ്ടി ഓടിച്ച് നമ്മളിപ്പോ വേറെ കുറെ കൃഷികളുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങളാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മൾ നേരത്തെ കണ്ടില്ലേ ബെറി ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസിനകത്ത്, ആ ഗ്രീൻ ഹൗസിനകത്ത് വാഴപ്പഴം ഉണ്ടാക്കുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ വാഴ കമ്പനി. കാരണം അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോബൽ ഗ്യാപ്സ് വേണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. എന്നാലും നമുക്ക് നമ്മളെ പൈസ ഇവിടെ കംപ്ലീറ്റ് യൂറോപ്പിൻ്റെതാണ്. നമ്മളെ ഇവിടുത്തെ എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് യൂറോപ്പിന്റെ നമ്മൾ ഈ വെജിറ്റബിളും ഇതെല്ലാം അയക്കുന്നത്. അപ്പോൾ അവർക്ക് ആ സ്റ്റാൻഡേർഡിൽ സാധനം കിട്ടി നമ്മൾ സ്റ്റോപ്പായി പോകും. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ വെജിറ്റബിൾ. ഇതിപ്പോ എന്തെങ്കിലും കൃഷി ചെയ്തിരിക്കുന്നതാണോ ചുമ്മാ കാണാം? നമ്മളെ ഗോതമ്പടാ. ഗോതമ്പല്ലേ ചേട്ടാ? ഗോതമ്പ് ചേട്ടാ, ഗോൾഡൻ ഗോതമ്പ്. അതെ, അതാണല്ലേ ഗോതമ്പ് എന്ന് പറയുന്നത്. ഈ സ്വർണ്ണപ്പാടമാണല്ലോ. ശരിയാണല്ലോ. മൊറോക്കോയിലെ സ്വർണ്ണപ്പാടങ്ങൾ, ഗോതമ്പിന്റെ സ്വർണ്ണപ്പാടങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ ആ ഫാമിന്റെ കാവൽക്കാരനാണ് പുള്ളി. അപ്പോൾ നമ്മളിത് ഇവിടെ കണ്ടില്ലേ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സംഭവങ്ങളൊക്കെ വഴിയൊക്കെ രക്ഷയില്ല. എൻഡ് ഓഫ് സീസൺ ആണ്, പക്ഷെ സുച്ചിനിയാണ് ഈ കാണുന്നത്. അതായത് ഇതിന്റെ ആ ഒരു സീസൺ എല്ലാം കഴിഞ്ഞ് ആൾക്കാര് എല്ലാം കഴിഞ്ഞപ്പോ ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നുമില്ല, കുറെ ആർക്കും വേണ്ടാത്ത കുറെ സാധനങ്ങൾ മാത്രമേ ഇപ്പൊ ഇതിനകത്തുള്ളൂ. സുച്ചിനി, ഇതാണ് സുച്ചിനി. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വേണ്ട ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവിടെ ഒന്നുമില്ലേ എന്നൊക്കെ. യെസ്, കൃഷിയുണ്ട്. കൃഷി സ്ഥലത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ബത്തക്ക കൃഷി എന്താ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ. എന്താ ആ വെരി ഗുഡ്. ബത്തക്ക അടിപൊളി. ഞാൻ ബത്തക്ക കൃഷി ഇതിനു മുമ്പ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ ഗുണ്ടൽപേട്ടിലാണ്. കർണാടക കേരള ബോർഡറിൽ ഗുണ്ടൽപേട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ ബത്തക്ക കാണാൻ സാധിക്കും. ബത്തക്കയാണ്. അതിനിടയ്ക്ക് ഒരു സവാളയൊക്കെ നിൽപ്പുണ്ട്. സവാള. ഇതിങ്ങനെ കിടക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത് വാട്ടർ മെലൺ. ബത്തക്ക എന്ത് വലിപ്പമാണ് ഷംജിത് ഭായി ഇത്? മൊറോക്കൻ വാട്ടർ മെലൺ ആണല്ലേ. മൊറോക്കോയിൽ എല്ലാത്തിനും ഇച്ചിരി വലിപ്പം കൂടുതലാണ് അല്ലേ?
മൊറോക്കോയിലെ വാട്ടർ മെലണിനും ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സൈസ്. ഒരെണ്ണം എത്ര കിലോ ഉണ്ടാവും? 5-6 കിലോ ഉണ്ടാവും ഒരെണ്ണം. നോക്കി, 1, 2, 3, 4 ഇങ്ങനെ. 20 പൗണ്ടൊക്കെ ആവുമല്ലേ ഒരെണ്ണം? അത് ശരി. ഇത് മെയിനായിട്ടല്ല UK യൂറോപ്പ് ആയിരിക്കും പോകുന്നത് അല്ലേ? UK. ഓക്കെ. നമ്മളവിടെ ഇപ്പൊ ചൂടാണ്. വാട്ടർ മെലൺ ഓറഞ്ചും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവിടെ എല്ലാം കർണാടകത്തിൽ നിന്ന് വരുന്നത്. ഒരെണ്ണം നമുക്ക് എടുത്താലോ? എന്റെ പൊന്നെ, ഓ എന്ത് വലിപ്പം ഇത്! ഇത്രയും വലിപ്പമുള്ള ബത്തക്ക ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ലേ? ഇത്രയുണ്ടോ? ഇത് മുടിഞ്ഞ വെയിറ്റാണ്. ഓ, ഇത്രയും വലിയ ബത്തക്ക. മൊറോക്കൻ ബത്തക്ക കേട്ടോ. ഇതാണ് മൊറോക്കൻ. നാട്ടിൽ കൊണ്ടുപോകുന്നു. ഇത് താഴെ പൊട്ടൂലേ? പൊട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പരിപാടി എന്താണെന്നറിയോ? ഷംജിത് ഭായ് ഇവിടെ വന്ന് ബത്തക്കത്തോട്ടം കണ്ടിട്ട് ബത്തക്ക കണ്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് സെലക്ട് ചെയ്ത് ഈ സാധനം UK-ലേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ്. അത് ഇറക്കി കൊടുക്കുന്നത് അത് ശരി, ഇറക്കി കൊടുക്കുന്നത്. കാരണം ഇവിടെ വന്ന ചെലവും ഹോട്ടൽ പേയ്മെന്റ്സിൽ ഇല്ലേ, അതിൽ ഈ 10 കിലോന് കവർ ചെയ്യും. ബുദ്ധിമാനാ. എവിടെ പോയാലും ബിസിനസ് പൈസ ഉണ്ടാക്കിട്ടേ പോകുള്ളൂ. അത് വെൽ പ്ലാൻഡ് ആണ്. അയ്യോ, എന്തായാലും കൊള്ളാം. അപ്പൊ നമ്മുടെ ഹസൻ ബത്തക്ക അതിനകത്ത് വെക്കണേ. വലിപ്പോണ ബത്തക്കയ്ക്ക്. ബത്തക്ക കൃഷിയുടെ അവിടെ നിന്ന് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇതെന്താണെന്നറിയോ? ടൊമാറ്റോ കാണാൻ വേണ്ടിയാണ്. ടൊമാറ്റോ ഉണ്ടാക്കുന്നതും ഇതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ്. എന്താ അല്ലേ, ഈ ചൂടത്ത് നല്ല അടിപൊളി സ്ഥലത്ത് ഇവരിവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അറിയോ? ടൊമാറ്റോ, അതേപോലെ തന്നെ ക്യാരറ്റ്, അങ്ങനെ പല സംഭവങ്ങളും. ഇതിനകത്തേക്ക് കയറുക എന്ന് പറയുന്നതും ഒരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. സോ ഇതിനകത്തോട് ഇങ്ങനെ കയറണം. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സംഭവം അത്. സോ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിനകത്തോട്ട് കയറാനായിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത്? ദൈവം, ഇതിൻ്റെ ഇടയ്ക്ക് അയ്യോ, ഇത് തുഴഞ്ഞ് കയറാൻ പണിയാണല്ലോ. ഈ സംഭവങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ടൊമാറ്റോ അല്ലല്ലോ, ഇത് ക്യാപ്സിക്കം അല്ലേ? ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് കടിച്ചു തിന്നാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ടൊമാറ്റോ എന്ന് എഴുതി വന്നത് ക്യാപ്സിക്കം. മധുരം അടിപൊളി. നോക്ക്, നമ്മൾ കഴിക്കുന്ന ക്യാപ്സിക്കവും ബെൽ പെപ്പറും അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഇല്ലേ, പല കളറിലുള്ള സംഭവങ്ങൾ, അതൊക്കെ ഇത്തരത്തിലുണ്ടായിട്ടാണ് വരുന്നത്. കണ്ടോ എന്ത് ക്വാളിറ്റി സാധനം എന്നറിയോ? ശരിക്കും മൊറോക്കോ ക്വാളിറ്റിനെക്കാട്ടി ബെറ്ററാണ് യൂറോപ്പിലുണ്ടാകുന്ന പച്ചക്കറികളെന്നാണ് ഇവർ പറയുന്നത്. മൊറോക്കോ ക്വാളിറ്റി മോശമാണെന്നല്ല പറയുന്നത്, എന്നിരുന്നാലും ഇതിനെക്കാട്ടി ബെറ്ററാണ് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവർ പറയുന്നു. ഇത് തന്നെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ട് കിളിപോയിരിക്കുകയാണ്. അപ്പം യൂറോപ്പിലൊക്കെ പോയിട്ട് അവിടുത്തെ ഫാമുകളൊക്കെ കാണുമ്പോഴത്തേക്കിനും എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോരോ നിൽക്കുന്നേ ഒരു ചെറിയ ചെടിയിൽ അല്ലേ? ഇതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ പുറത്തെ ആ ഒരു ചൂടും സംഭവങ്ങളും ഒന്നും നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. ഭയങ്കര കാമാണ്, കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു ഉഷ്ണമില്ലേ, ആ ഉഷ്ണം നമുക്ക് കിട്ടില്ല. പുറത്ത് ഭയങ്കര ചൂടാണ്, ഉഷ്ണമാണ്. 35-40 ഡിഗ്രി സെൽഷ്യസിന് അത്രയും ടെമ്പറേച്ചർ പുറത്തുണ്ട്. ആദ്യം നമ്മൾ ഇതിനകത്തൂടെ കയറി ഇങ്ങനെ എടുത്തിട്ടോ, ഇതിനകത്തൂടെ കയറി ഇങ്ങനെ പോകണം. എന്നിട്ട് ഇവിടെ നിൽക്കണം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് മാറി ഞാൻ ഇറങ്ങിയാലേ ഷംജിത് ഭായിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇറങ്ങണം, കണ്ടോ, ഇതിൽ ഇറങ്ങണം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഹായ് ഷംജിത് ഭായ്, എവിടെ ചേട്ടൻ്റെ കൂടെ പോവാ, ഞാൻ എടുത്തോളാം. ഓക്കെ, ബൈ. ഞങ്ങളിനി തക്കാളി കൃഷി കാണാൻ പോവാണ്. വണ്ടി ഞങ്ങൾ അവിടെ ഇട്ട് തൊട്ട് മുമ്പിൽ തന്നെ. ഇപ്പുറത്ത് തന്നെ തക്കാളിയും ക്യാപ്സിക്കും എല്ലാം ഇതൊക്കെ തന്നെയാണ്. കണ്ടില്ലേ ഈ ഇതിനകത്തോട് ഇങ്ങനെ ഈ ട്രാക്ടറില്ലേ ഇവിടെ, ഇവരുടെ സാധനം കൊണ്ടുവന്ന വേറെ വണ്ടികളൊക്കെയാണ്. വണ്ടികളൊക്കെ ഓടുന്ന സ്ഥലങ്ങളാണിത്. ബൈ. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല മൊറോക്കൻ തക്കാളി. ഞാൻ ആലോചിക്കായിരുന്നേ, മൊറോക്കൻ ബത്തക്ക കണ്ടു, മൊറോക്കൻ തക്കാളി കണ്ടു.
ഇനി മൊറോക്കൻ സുന്ദരികളെ കണ്ടു. ഇവരൊക്കെ സുന്ദരികളാട്ടോ എല്ലാം. അതായത് ഇവിടുത്തെ സ്ത്രീകൾ ഭയങ്കര സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ് മൊറോക്കൻ സുന്ദരികൾ എന്ന് പറയുന്നത്. അപ്പോൾ മൊറോക്കൻ സുന്ദരികളെ പോലെ തന്നെയാണ് ഇവിടുത്തെ ഫ്രൂട്ട്സും പച്ചക്കറികളും എല്ലാ സംഭവങ്ങളും. അതും അത്യധികം സുന്ദരന്മാരാണ്. കണ്ടോ തക്കാളി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, എന്തോരം തക്കാളിയാണ് നിൽക്കുന്നത് നോക്കൂ. ആ തക്കാളിയുടെ ആ ചെടിയുടെ വണ്ണമൊക്കെ നോക്കി കണ്ടോ. തക്കാളി ഇങ്ങനെ പച്ച തക്കാളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്, ചെറുതും വലുതുമായ തക്കാളികൾ. വാവ്, എത്ര മനോഹരമായിട്ടാണ് തക്കാളി ചെടികൾ നിൽക്കുന്നത് എന്ന് നോക്കൂ. അതും ഈ പറഞ്ഞ പോലെ ഗ്രീൻ ഹൗസിനകത്ത് അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. തക്കാളിയൊക്കെ വെറുതെ ഇവിടെ കിടക്കുകയാണ്. ഇതുണ്ടോ അത് ചീത്തയായത്, അങ്ങനെ താഴെ ഇവിടെ പോയായിരിക്കും. പിന്നെ പഴുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. എന്തായാലും സംഭവമാണ് അല്ലേ. കൃഷിയൊക്കെ ശരിക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കൃഷി ഇതേപോലുള്ള ധാരാളം ആളുകൾ കൃഷിയിലേക്ക് വരണം. യുവാക്കളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൃഷിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്ന് ആലോചിക്കേ, എത്ര നമ്മൾ പച്ചക്കറി ഉണ്ടാക്കിയാലും ചിലവായി പോകും. അതിനുള്ള മാർക്കറ്റ് ഉണ്ട് ലോകത്തിൽ, അതുപോലെ ഉണ്ട് പല രാജ്യങ്ങളിലും. എത്ര അധികം ഇപ്പോൾ UK പോലുള്ള രാജ്യങ്ങളിൽ കൃഷിയില്ല, കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. അവിടെ കൃഷി ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് UK പോലുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് പല സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഈ ആഫ്രിക്കയിൽ യൂറോപ്പിലൊക്കെ ഉള്ള ആളുകൾ അതുപോലുള്ള രാജ്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ റിക്വയർമെൻറ്റ് നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. നമുക്ക് വേറെ രാജ്യത്തു നിന്ന് ചില സമയത്ത് നമുക്ക് സവാളയൊക്കെ തികയാതെ നമ്മൾ വേറെ പല രാജ്യത്തു നിന്ന് സവാളയൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അരിയും ഗോതമ്പൊക്കെ ചില സമയത്ത് നമ്മുടെ രാജ്യത്ത് പോലും തികയാതെ വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് അതിൻ്റെ എക്സ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ പല സംഭവങ്ങളും ഗവൺമെൻറ് ചെയ്യും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, വെളിച്ചെണ്ണയൊക്കെ നമ്മൾ പാം ഓയിലൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് വിൻ പോളിസിയാണ് സംഭവം എന്നൊക്കെ പറയുന്നത്. ഇത് തക്കാളിയൊക്കെ താഴെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാ, എന്താ ലുക്കല്ലേ. ഈ 4 തക്കാളി 1 കിലോ ഉണ്ടാവും, അത്രയും വെയിറ്റ് ഉണ്ടാവും ഈ 4 തക്കാളിക്ക്. തക്കാളിയുടെ ഫാമിലി കണ്ടോ, അച്ഛൻ, അമ്മ, മകൻ, അനിയൻ, അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഒരു കൊലയിൽ നിൽക്കുന്നു. ആപ്പിൾ നിൽക്കുന്ന പോലെയാണ് തക്കാളിയൊക്കെ നിൽക്കുന്നത്. എനിക്ക് നമുക്കൊരു തക്കാളി എടുത്ത് കഴിച്ചാലോ. തക്കാളി, ഞാൻ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇവരുടെ തക്കാളിയും നമ്മുടെ ഇന്ത്യൻ തക്കാളിയും നമ്മൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എനിക്കിഷ്ടം ഇന്ത്യൻ തക്കാളിയാണ്. ഇത് ചെറിയൊരു സ്വീറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും സ്വീറ്റ്, പക്ഷെ എന്നാലും ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ഇന്ത്യൻ ഓനിയൻ്റെ ഭയങ്കര ഡിമാൻഡാണ് ചില രാജ്യങ്ങളിൽ. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പല പച്ചക്കറികളും പല രാജ്യത്തും ഭയങ്കര ഡിമാൻഡുണ്ട്. ഇന്ത്യൻ മുളക്. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോഴേ ഇതുപോലൊരു ഫാം ഹൗസിൽ വന്ന് നിൽക്കണം കേട്ടോ. നമ്മൾ ആ ബത്തക്ക മുറിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 1 മില്യൺ നമ്മൾ ആഘോഷിച്ചിരുന്നു ബത്തക്ക മുറിച്ചിട്ട് മൊറോക്കോയിൽ വെച്ചിട്ട്. അപ്പോൾ വീണ്ടും മൊറോക്കോയിൽ വന്നിട്ട് നമ്മൾ 2 മില്യൺ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, വീണ്ടും ബത്തക്ക മുറിച്ചിട്ട്. നമ്മുടെ 2 മില്യൺ സെലിബ്രേഷൻ ചെയ്യുന്നത് നമ്മുടെ സുനീർ ഖാൻഡിയാണ്, അലോങ് വിത്ത് ദ പ്രസൻസ് ഓഫ് ബൈജു ചേട്ടൻ ആൻഡ് ദിസ് ചേട്ടൻ ആൻഡ് ദാറ്റ് ചേട്ടൻ ആൻഡ് ദിസ് ചേട്ടൻ. ഓക്കെ, എന്ത് ചുമന്ന് തുടാന്നിരിക്കുന്നത് നോക്കി, അടിപൊളി. എന്തായാലും ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ബത്തക്ക എന്ന് പറയുന്നത്. കാരണം അതുപോലെ വാട്ടർ കണ്ടന്റ് ആണല്ലോ ഇതിനകത്തേക്ക് കയറി വരുന്നത്. ഉണ്ടോ, അവര് മുറിക്കുന്നത് കണ്ടില്ലേ, എക്സ്പേർട്സ് ആണ്. വലിയൊരു ബത്തക്കയാണ്. മധുരാണോ? നല്ല മധുരമുണ്ട്. എന്റെ പൊന്നെ, ഒരു 1/4 കിലോ ഉണ്ട് ഈ കഷ്ണം, ഈ ചെറിയൊരു കഷ്ണം തന്നെ. നമ്മുടെ ഇന്നത്തെ ലഞ്ചായത്. 2 മില്യൺ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോ ബത്തക്ക മുറിച്ചിട്ട്, അത് മൊറോക്കൻ ബത്തക്ക. Guys, eat fruits, stay healthy. നമ്മളിവിടെ ഇരുന്ന് ഇതിന്റെ പകുതി നമ്മൾ തീർത്ത്, ഇത്രയും വലിയ ബത്തക്കയുടെ ഇപ്പൊ 2ാമത് പകുതി കഷ്ണം മുറിച്ചോണ്ടിരിക്കുകയാണ്. ആഹാ, ഇതാണ് നമ്മളെല്ലാരും കൂടെ. കാരണം ഈ ചൂടത്ത് ആണ് എന്തൊക്കെ പറഞ്ഞാലും അത് കൊണ്ട് കാര്യമില്ല. ബൈ, ശുക്രാൻ. ഓക്കെ, താങ്ക് യു സുനീർ ഭായ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us this wonderful experience. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും അവിടെ വന്നിട്ട് അവിടുത്തെ കൃഷി സ്ഥലങ്ങളും ഇതുപോലെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കയറാൻ പറ്റിയത്. സാധാരണ ഒരു വ്യക്തി വന്ന് ഞങ്ങൾ ഫാം കാണിക്കണം എന്ന് പറഞ്ഞാൽ അവർ കാണിക്കില്ലല്ലോ, എന്തായാലും ഒരിക്കലും കാണിക്കില്ല. അതെ അതെ, എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അതെ, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളെ ഫാമിംഗ് ബിസിനസ്സും എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും എല്ലാം നല്ല ഗംഭീരമായിട്ട് നടക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഉഷാറായി നടക്കട്ടെ. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ രാജ്യത്ത് പോയിട്ട് അവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ പോകുന്ന കാണുമ്പോഴത്തേക്കും നമുക്കും സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ആണ്. നമ്മുടെ നാട്ടിലും ഇതിനപ്പുറത്തെ ബിസിനസ്സുകൾ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നാട്ടിൽ മാത്രമല്ല വിദേശത്തും എല്ലായിടത്തും ഉണ്ട്. സോ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളിനി പോകാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മൊറോക്കൻ ഹമാം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ആകുമ്പോഴത്തേക്കും കോവിഡ് ആയത് കാരണം വി കുഡന്റ് ഡു ഇറ്റ്, കാരണം എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ ഞാൻ കൊണ്ടുപോയാൽ മതി, പക്ഷെ നിങ്ങൾ ചെയ്യണ്ട, അവിടെ വേറെ ആൾക്കാർ ചെയ്യാനുണ്ടാവും. അമ്മാം ബിസിനസ് കൂടി തുടങ്ങാം, അമ്മാമിന്റെ ബിസിനസ് കൂടി തുടങ്ങാം. ഭയങ്കര ചൂടാട്ടെ. സാധാരണ ഫാമിങ്ങിന്റെ ഏരിയയിൽ വരും ഏകദേശം 35+ ആണ്. ഏകദേശം 33. അപ്പൊ ഈ ഒരു ചൂടിലാണ് നമ്മളിപ്പം ഫാമിംഗ് പ്രോഡക്ട്സ് ഇൻസ്പെക്ഷനും കാര്യത്തിനും ഇങ്ങനെയെല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അത്രയും എനിക്കറിയില്ല, നീ ഇപ്പൊ ടയർഡല്ലേ വണ്ടേ. അപ്പൊ ഇങ്ങനെയാണ് ഒരു വീക്കിൽ 5 ദിവസം നമ്മളിങ്ങനെ പരിപാടികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും, നമ്മുടെ ഹമാം എക്സ്പീരിയൻസ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ മൊറോക്കോവിനോട് വിട പറഞ്ഞ് നമ്മൾ പോകും ലണ്ടനിലേക്ക്. അപ്പൊ സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ. നല്ല കിടിലൻ മൊറോക്കൻ ഹമാം എക്സ്പീരിയൻസുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. എന്റെ അനുഭവത്തിൽ അതെങ്ങനെയാണ് ബിൽഡിലാണ്. കാരണം സ്റ്റാൻഡേർഡിൽ ഇപ്പം അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ സമയമില്ല. നിങ്ങൾക്കറിയാലോ, അവിടെ എടുക്കുമ്പോൾ ഒരാഴ്ച മുമ്പ് കൊടുത്ത് ആരാന്ന് വീഴുന്നത് പേരും കാര്യങ്ങളും. ഇതാകുമ്പോൾ നോർമൽ മൊറോക്കൻസ് പോയി ആ ഒരു എക്സ്പീരിയൻസ് കാണിക്കാം. ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാം. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ഓക്കെ.